അന്നോ ഡൊമിനി എന്ന് പറയുന്ന AD ഗ്രിഗോറിയൻ കലണ്ടർ കണക്കാക്കിയിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽക്കുള്ള വർഷമാണ്. അപ്പോൾ 2026 എന്ന് പറയുമ്പം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 2026 വയസ്സുള്ള ഒരാളെ നമ്മൾ അനുസ്മരിക്കുകയാണ്. നമുക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കാം. നമുക്കേതായാലും കള്ളുപിടിക്കാനും കൂത്താടാനും ആടിത്തിമറക്കാനൊന്നും പറ്റൂലല്ലോ. നമുക്ക് എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കാം. നമുക്ക് ഹിജ്റ വർഷവും ആഘോഷിക്കാം, നമുക്ക് ഇംഗ്ലീഷ് വർഷവും ആഘോഷിക്കാം. നമുക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസ്മരിക്കാം. അത് അനുസ്മരിക്കേണ്ട ഒരു ജനനം തന്നെയാണ്, അത് ഓർക്കപ്പെടേണ്ട ഒരു ജനനം തന്നെയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്നു എന്ന അള്ളാഹുവിൻ്റെയും പരിശുദ്ധ ഖുർആൻ്റെയും പ്രഖ്യാപനത്തെ നമുക്ക് ഓർക്കാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ക്രൈസ്തവ ജൂത വിശ്വാസങ്ങളെ നിരാകരിക്കുകയാണ് ഇസ്ലാം. 2026 വയസ്സുള്ള ഒരു മനുഷ്യൻ്റെ, ഒരു പ്രവാചകന്റെ ആ ജനനമാണ് നമ്മൾ ഓർക്കുന്നത്. നബിദിനമൊക്കെ ആഘോഷിക്കാറുണ്ടല്ലോ അല്ലേ? നബിദിനം, നബി ജനിച്ചു എന്നുള്ളത്. അപ്പോൾ നമുക്ക് 2026 അത് ഈസാ നബിദിനം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ജനിച്ചു എന്നുള്ളതൊന്നും വളരെ കൃത്യമായിട്ടൊന്നും എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ 2026 എന്ന് പറയുന്ന കലണ്ടർ, ഗ്രിഗോറിയൻ കലണ്ടർ AD 1 ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് എന്ന ധാരണ പ്രകാരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതായാലും അവിടെ ലോകത്തിൻ്റെ മുന്നിൽ ഒരു ഉറച്ച വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കണം. ഒരുപക്ഷെ പരിശുദ്ധ ഇസ്ലാമും ക്രൈസ്തവ ജൂത മതവും തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് സൂറത്തു അൻ-നിസായിലെ 157-ാമത്തെ ആയത്തിൽ, വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. വമാ ഖതലൂഹു, അവർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വധിച്ചിട്ടില്ല. വമാ സ്വലബൂഹു, അവർ കുരിശിലേറ്റിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് സാദൃശ്യപ്പെടുത്തപ്പെട്ടു കൊടുത്തതാണ്. ജൂതന്മാരാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഘാതകർ എന്ന് പറയപ്പെടുന്നത്. വധം നടന്നിട്ടില്ല, പക്ഷെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തി, കൊല്ലാൻ വേണ്ടി പിടിച്ചുകൊണ്ടുപോയി, കൊല്ലാൻ വേണ്ടി അവർ കുരിശിലേറ്റി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷെ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശുബ്ബിഹ ലഹും, അവർക്ക് ആളെ മാറ്റിക്കൊടുത്തു. ഈസാ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ രക്ഷപ്പെടുത്തി. ഇങ്ങോട്ട് രക്ഷപ്പെടുത്തി അള്ളാഹുവിലേക്ക് അവൻ ഉയർത്തിക്കൊണ്ടുപോയി. അള്ളാഹു പറഞ്ഞ പ്രയോഗം അങ്ങനെയാണ്, അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ടു. അള്ളാഹുവിലേക്ക് അങ്ങ് എങ്ങനെ ഉയർത്തി? ഉടലോടെ ഉയർത്തി. ആത്മാവിനെ മാത്രമല്ല, ശരീരമടക്കമുള്ള ആ എങ്ങനെയാണോ ഈസാ നബി അങ്ങനെ തന്നെ ഉയർത്തി. ആത്മാവിനെ ഉയർത്തി എന്ന് ഒരിക്കലും അവിടെ പറയാൻ പറ്റില്ല. അത് മരിച്ചവരെയും ആത്മാവിനെ ഉയർത്തും. വമാ ഖതലൂഹു, വധമുണ്ടായിട്ടില്ല. വധമെന്ന് പറഞ്ഞാൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിയണം, അങ്ങനെ ഉണ്ടായിട്ടില്ല. ശരീരത്തോടു കൂടി തന്നെ, ഉടലോടുകൂടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നു, റുഫിഅ, ഉയർത്തപ്പെട്ടു അള്ളാഹുവിലേക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിപ്പുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചിട്ടില്ല. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു കുരിശിലേറ്റപ്പെട്ടിട്ടുണ്ട് എന്ന്, ജൂതന്മാരും അവരും വിശ്വസിക്കുന്നു ഈസയെ ഞങ്ങൾ വധിച്ചു എന്നും. മുസ്ലിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഉയർത്തി. എങ്ങോട്ട്? ഉപരിലോകത്തേക്ക് ഉയർത്തി. എവിടെയാണ്? അതെവിടെയാണെന്ന് അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. ഇനിയോ ഉടലോടുകൂടി ഉയർത്തപ്പെട്ട, ഇപ്പോൾ സുരക്ഷിതനായി ജീവനോടുകൂടി കഴിയുന്ന അതേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇനി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കും.
പുതുജന്മമല്ല, അതേ ജന്മം തന്നെ. 2026 വയസ്സിപ്പായിട്ടുണ്ടെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് എത്ര വയസ്സാണോ അത്ര വയസ്സോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറക്കും. ജൂത ഭീകരനായ ദജ്ജാലിനെ കൊല്ലും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ലോകം ഭരിക്കും, ലോക ഭരണാധികാരിയാകും. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സാധാരണ മനുഷ്യർ മരിക്കും പോലെ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകും. ഇത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനം അത്ഭുതകരമാണ്. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരിപാലനം, സംരക്ഷണം, സുരക്ഷിതത്വം, അള്ളാഹുവിന്റെ കാവൽ, അത് അത്ഭുതകരമാണ്. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ടാം വരവും മരണവും അത്ഭുതകരമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും വിദണ്ഡവാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് തന്നെ സുവ്യക്തമായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊല്ലപ്പെട്ടിട്ടില്ല, കൊന്നിട്ടില്ല, മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നു എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം സംശയലേശമന്യേ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇനി ആ ജനനം എങ്ങനെയാണ് അത്ഭുതകരമാകുന്നത്? അത് പരിശുദ്ധ ഖുർആൻ 30 സ്ഥലങ്ങളിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് പല ആയത്തുകളിലായിട്ട്, സൂറത്തുകളിലായിട്ട്. ആലു ഇംറാൻ സൂറത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആലു ഇംറാൻ സൂറത്ത്, സൂറത്തുൻ നിസായിൽ, സൂറത്തു മറിയമിൽ 16 മുതൽ 34 വരെയുള്ള ആയത്തുകൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആ ഭാഗം നമുക്ക് പരിശോധിക്കാമല്ലോ അല്ലേ? പരിശുദ്ധ ഖുർആൻ എന്താണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നത്? വദ്കുർ കിതാബി മറിയം, ഈ കിതാബിൽ വദ്കുർ, നീ പറഞ്ഞു കൊടുക്കുക, ഫിൽ കിതാബി, കിതാബിൽ മറിയമ, മറിയമിനെ സംബന്ധിച്ച് നീ പറഞ്ഞു കൊടുക്കുക. ഇതിന്റെ ബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ, അങ്ങനെ തുടങ്ങുകയാണ് 16-ാമത്തെ ആയത്ത്. അങ്ങനെ ഒഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണ് മറിയം. 30 സ്ഥലങ്ങളിൽ മറിയം ബേബി അത്ഭുത വനിതയാണ് മറിയം റളിയല്ലാഹു അൻഹ. 15-16 വയസ്സുള്ള സമയം തന്റെ പിതാവ് ഇമ്രാൻ, ആലു ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബം. ഇമ്രാൻ ആരാണ്? മറിയം ബീവിയുടെ ബാപ്പയാണ്. ഇമ്രാൻ ഹന്ന ദമ്പതികളുടെ മകളാണ് മറിയം ബീവി. മക്കളില്ലാതിരിക്കുമ്പോൾ ഹന്ന ബീവി നേർച്ചപ്പെടുത്തുകയാണ്, എനിക്കൊരു മകൾ, ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി ഞാൻ നിയമിക്കുന്നതാണ്. കുഞ്ഞ് ജനിച്ചപ്പോഴോ പെണ്ണാണ്, എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കവെയാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റെടുക്കുന്നത് പരിപാലനത്തിന്. ബന്ധു കൂടിയാണ്, മൂത്താപ്പയ്യ കൂടിയാണ്. ആര്? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മസ്ജിദുൽ അഖ്സയുടെ പരിപാലനത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നു. മസ്ജിദുൽ അഖ്സയുടെ ഒരു ഭാഗത്ത് അവർ താമസിക്കുന്നു. അങ്ങനെ പോകവേ 15-16 വയസ്സുള്ള സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബൻ, അവര് ഒരു മറ കെട്ടി ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ്. മറിയം ബീവി 15-16 വയസ്സുള്ള ആ പ്രായത്തിൽ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമത്തല ലഹാ ബശറൻ സവിയ്യാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ആ സമയത്ത് നാം നമ്മുടെ റൂഹിനെ അങ്ങോട്ട് അയച്ചു. ആരാണ് റൂഹ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഞാൻ അങ്ങോട്ട് അയച്ചു. ആരുടെ അടുക്കലേക്ക്? മറിയം ബീവി എന്ന് പറയുന്ന 15-16 വയസ്സുള്ള ആ പെൺകുട്ടിയുടെ അടുക്കലേക്ക് അയച്ചു. ഫതമത്തല ലഹാ ബശറൻ സവിയ്യാ, നല്ല സുമുഖനും സുന്ദരനുമായ അരോഗദൃഢഗാത്രനായ എല്ലാം ഒത്ത ഒരു ചെറുപ്പക്കാരനായി ആകർഷണീയമായ നിലയിൽ മഹദി മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ആ തൊട്ടാൽ കൊള്ളുന്ന പ്രായത്തിൽ ഏകാന്തയായിരിക്കുന്ന ഒരിടത്തേക്ക് മഹാനായ റൂഹ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെല്ലുകയാണ്. മറിയം ബീവി അറിയില്ല അത് ജിബ്രീലാണെന്ന്. മറിയം ബീവിന്റെ മുന്നിൽ ആരാണ്? സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, അരോഗദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ, ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യം, ഹാൻസം മാൻ, യങ് മാൻ. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ് മറിയം ബീവിയെ. മറിയം ബീവി എന്താ പറഞ്ഞത്? വാട്സപ്പ് നമ്പർ ഒന്നും ചോദിച്ചില്ല.
അല്ലേ? മറിയം ബീവി അങ്ങോട്ട് ആകർഷിച്ചോ? ഇല്ല. മറിയം ബീവി നല്ല തഖ്വയുള്ളവരായിരുന്നു. അവര് പറഞ്ഞു ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. ഖാലത്ത് മറിയം ബീവി പറയുകയാണ്, ഇന്നി അഊദു ബിർറഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുകയാണ്, മിൻക, നിന്നിൽ നിന്ന്. ഹേ ചെറുപ്പക്കാരാ, ഇൻ കുൻത തഖിയാ, നീ മുത്തഖിയാണെങ്കിൽ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനാണെങ്കിൽ നിന്നിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുകയാണ്. ഒറ്റക്ക് കഴിയുന്ന, ഏകാന്തയായിട്ട് കഴിയുന്ന എന്റെ അടുക്കലേക്ക് നീ എന്തിനാ വന്നത്? പോവണേ, എന്റെ ഭാഗത്ത് നിന്ന് പോവണേ. ആര് പറയാ? മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹ അപ്പൊ വളരെ ചെറുപ്പത്തിൽ തന്നെ ചാരിത്ര്യ ശുദ്ധിയുള്ള, പരിശുദ്ധയായ, ശുദ്ധമായ മനസ്സിന്റെ ഉടമയായ, സൂക്ഷ്മതയുള്ള മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നീ പോവണം, മാറി നിൽക്കണം എന്ന് പറഞ്ഞപ്പം ഖാല, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇന്നമാ അന റസൂലു റബ്ബികി ലിഅഹബ ലകി ഗുലാമൻ സകിയാ, ഞാൻ നീ വിചാരിച്ചവനല്ല, ഞാൻ നീ വിചാരിച്ചയാളല്ല, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. നിനക്കൊരു കുഞ്ഞിനെ നൽകാൻ വേണ്ടി നിന്റെ റബ്ബ് എന്നെ നിന്നിലേക്ക് പറഞ്ഞയച്ചതാണ്. ഗുലാമൻ സകിയ, പരിശുദ്ധനായ ഒരു കുഞ്ഞിനെ നൽകാൻ വേണ്ടി. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് പറയുകയാണ്. സ്വാഭാവികമായിട്ടും പേടിച്ചു പോവില്ലേ? പരിശുദ്ധയായ ഒരു പെണ്ണ്, പരിശുദ്ധയായ, പവിത്രയായ, ചാരിത്ര്യ ശുദ്ധിയുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയോട് നിനക്കൊരു കുഞ്ഞിനെ നൽകാൻ വേണ്ടി അള്ളാഹു എന്നെ അയച്ചതാണ്, ഞാൻ ജിബ്രീലാണ്, അള്ളാഹുവിന്റെ റൂഹാണ്, റസൂലാണ് എന്ന് പറയുമ്പം പേടിച്ചുപോയി. ഖാലത്ത്, ആ സമയത്ത് മറിയം ബീവി പറയുകയാണ്, അന്നാ യകൂനു ലി ഗുലാമുൻ വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയ. അന്നാ യകൂനു ലി ഗുലാം, എങ്ങനെ എനിക്കൊരു കുട്ടി ഉണ്ടാവും? എങ്ങനെ എനിക്കൊരു കുട്ടി ഉണ്ടാകും? വലം യംസസ്നി ബശറുൻ, പരപുരുഷ സ്പർശനം ഇന്നേ വരെ ഏറ്റിട്ടില്ലാത്ത ഒരാണും ഒരന്യ പുരുഷനും ഇന്നേ വരെ സ്പർശിച്ചിട്ടില്ലാത്ത, തൊട്ടിട്ടില്ലാത്ത എനിക്കെങ്ങനെ കുഞ്ഞുണ്ടാകും? വലം അകു ബഗിയ, ഞാൻ ദുർനടപ്പുകാരിയല്ല, പിന്നെ എങ്ങനെ എനിക്ക് പ്രകൃതിപരമായിട്ട് ഒരു പുരുഷന്റെ സാമീപ്യമില്ലാതെ, സ്പർശനമില്ലാതെ ഒരിക്കലും ഒരു പെണ്ണിന് ഒരു കുഞ്ഞുണ്ടാവൂലല്ലോ. അങ്ങനെ വലം അകു ബഗിയ, ഞാൻ ദുർനടപ്പുകാരിയല്ല, ഞാൻ വിവാഹം കഴിഞ്ഞിട്ടില്ല, എനിക്ക് ഭർത്താവില്ല, പിന്നെ എങ്ങനെയാണ് എനിക്കൊരു കുഞ്ഞുണ്ടാകുക എന്ന് ചോദിച്ചപ്പം ഖാല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യനുൻ, നിന്റെ റബ്ബ്, നിന്റെ രക്ഷിതാവ് പറയുന്നുണ്ട്, നിന്റെ രക്ഷിതാവിന് ഭർത്താവില്ലാതെ തന്നെ കുഞ്ഞു തരൽ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അത് വലിയ പ്രയാസമൊന്നുമില്ല, മാലോകർക്കല്ലേ പ്രയാസം. എങ്ങനെയാണ് ഭർത്താവ് ഉണ്ടായിട്ട് പോലും കുഞ്ഞുണ്ടാകാത്ത അവസ്ഥ? എങ്കിലും പിന്നെ ഭർത്താവ് ഇല്ലാതെ എങ്ങനെ കുഞ്ഞുണ്ടാകും? ലോകത്തെ മഹാത്ഭുതമാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ, അവരാണ് ഭർത്താവില്ലാതെ അല്ലെങ്കിൽ ഒരു പിതാവില്ലാതെ അവരാണ് പിതാവില്ലാതെ ജനിച്ചവർ. പിന്നെ ലോകത്ത് നടക്കുന്ന ഒരു അത്ഭുതമാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനം എന്നുള്ളത്. അതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനം അത്ഭുതകരമാണെന്ന് പറയാൻ കാരണം, പിതാവില്ലാതെ ജനിക്കുക, ഒരു പരപുരുഷന്റെ സ്പർശനമേൽക്കാതെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുക, അത് മറിയമിന്റെ അത്ഭുതമാണ്, അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അത്ഭുതമാണ്. അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിലൂടെ പറയുകയാണ്, അത് അള്ളാഹ്ക്ക് പ്രയാസമുള്ള കാര്യമല്ല, വളരെ നിസ്സാരമാണ്. എന്നിട്ടോ വലിനജഅലഹു ആയത്തൻ ലിന്നാസി വറഹ്മത്തം മിന്നാ, എന്നിൽ നിന്നുള്ള ഒരു റഹ്മത്തായി, ജനങ്ങൾക്കുള്ള ഒരു ആയത്തായി, ദൃഷ്ടാന്തമായിട്ട് അങ്ങനെ നിനക്ക് ഒരു കുഞ്ഞിനെ തരാൻ വേണ്ടി റബ്ബ് തീരുമാനിച്ചിരിക്കുന്നു. വകാന അംറം മഖ്ളിയാ, നിന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് വിധിക്കപ്പെട്ട കാര്യമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഫഹമലത്, അവർ ഗർഭം ധരിച്ചു. എങ്ങനെ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ജൈബിലേക്ക്, മാറിലുള്ള കീശ എന്നാണ് അധിക തഫ്സീറുകളും പറയുന്നത്, മാറിലേക്ക് ഒരു ഊത്തൂതി, അതോടുകൂടി അവർ ഗർഭം ധരിച്ചു. അങ്ങനെ വിദൂര സ്ഥലത്തേക്ക്, ഗർഭിണിയായപ്പം വിദൂര സ്ഥലത്തേക്ക് അവർ മാറി നിന്നു. അങ്ങനെ സാധാരണ സ്വാഭാവികമായിട്ടുള്ള 9 മാസം തികഞ്ഞു, ഗർഭിണിയായി.
ആ പ്രസവ വേദന വന്നു. ആ പ്രസവ വേദന വന്നപ്പം ഇലാ ജിദ്ഇൻ നഖ്ല, ആ പ്രസവ വേദന അവരെ ഒരു ഈത്തപ്പനത്തടിയുടെ അടുക്കിലേക്ക് കൊണ്ടെത്തിച്ചു. ഖാലത്ത്, അവിടെ വെച്ചുകൊണ്ട് 16 വയസ്സുകാരി പറയുകയാണ്, ഓർക്കണേ നിങ്ങൾ, ജനങ്ങളുണ്ട് ചുറ്റുഭാഗത്തും, അവർ കാണും, അവരിലേക്കാണ് പോകാനുള്ളത്, അവർ ഈ കുഞ്ഞ് പ്രസവിക്കപ്പെട്ടത് അറിയും, ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഒരു ഭർത്താവില്ലാതെ വിവാഹം കഴിയാതെ ഒരു പെൺകുട്ടി പ്രസവിക്കുമ്പം ആ പ്രസവിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ആ ഒരു പെൺകുട്ടിയുടെ വേദന എന്തായിരിക്കും? ഞാൻ പിഴച്ചവളാണെന്ന് ആളുകൾ പറയൂലേ? പിഴച്ചവളല്ലാതെ എങ്ങനെയാണ് ഒരു കുട്ടിയെ പ്രസവിക്കുക? അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ദുഃഖഭാരം, ആ പ്രയാസം കടിച്ചമർത്തിക്കൊണ്ട് ഖാലത്ത് മറിയം ബീവി പറയുകയാണ്, യാ ലൈതനീ മിതു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. അല്ലാഹുവേ, ഈ പ്രസവിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ, വനസിയം മൻസിയാ, ഞാൻ വിസ്മൃതിയിലാണ്ട് പോയിരുന്നെങ്കിൽ, എന്നെ ആരും അറിയാത്തവളായി ഞാൻ അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ. വല്ലാത്തൊരു വിഷമമാണത്. വലിയ ദുഃഖത്തിൽ, വലിയ ടെൻഷനിൽ, വലിയ പ്രയാസത്തിലെത്തുമ്പോൾ മനുഷ്യൻ ആഗ്രഹിക്കാണ്, ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ, ആരും എന്നെ അറിഞ്ഞിരുന്നില്ല എങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആ ഗർഭത്തിന്റെ സമയത്ത് അവര് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനോട്. യാ ലൈതനീ മിതു, അള്ളാഹുവേ, ഞാനൊന്ന് മരിച്ചിരുന്നുവെങ്കിൽ, ഖബ്ല ഹാദാ, ഇത് സംഭവിക്കുന്നതിന്റെ മുമ്പായി, വകുന്തു നസിയം മൻസിയാ, ഞാനെങ്ങാനും വിസ്മൃതിയിലാണ്ട് പോയിരുന്നെങ്കിൽ. വേണ്ട, നീ വിഷമിക്കണ്ട. ഫനാദാഹാ മിൻ തഹ്തിഹാ, അവരുടെ താഴ്ഭാഗത്ത് നിന്നപ്പോൾ ഒരു വിളിയാളം ഉയരുകയാണ്, അല്ലാ തഹ്സനീ, മറിയമേ, നീ ദുഃഖിക്കേണ്ട, വിഷമിക്കേണ്ട, ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ, ഇത് അള്ളാഹുവിന്റെ ഗർഭമാണ്, ഇത് റബ്ബിന്റെ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് നിന്നെ സഹായിക്കേണ്ടത് അള്ളാഹുവിന്റെ ബാധ്യതയാണ്. പ്രസവിക്കാൻ പേറ്റിച്ച് വേണ്ട, ഒരാളുടെയും സഹായം വേണ്ട, റബ്ബിന്റെ സഹായമുണ്ട്. നിന്റെ താഴ്ഭാഗത്തുകൂടി ഉണങ്ങിയ ആ നദിയിലൂടെ വെള്ളമൊഴുകാൻ പോവുകയാണ്. നദിയിലൂടെ വെള്ളമൊഴുകുന്നു. ആ ഉണങ്ങി നിൽക്കുന്ന ഈത്തപ്പനയില്ലേ, ആ ഈത്തപ്പന മരമൊന്ന് പിടിച്ചു കുലുക്കിക്കേ മറിയാം. അത് പിടിച്ചു കുലുക്കിയാൽ നല്ല നല്ല സ്വാദിഷ്ടമായ ഈത്തപ്പഴം അതിൽ നിന്ന് കൊഴിഞ്ഞു പൊടിഞ്ഞു വീഴുന്നതാണ്. അത് യഥേഷ്ടം നിനക്ക് ഭക്ഷിക്കാം. ഫകുലീ വശ്റബീ വഖർരീ ഐനാ, അതുകൊണ്ട് സുഭിക്ഷമായി ഭക്ഷിച്ചോളൂ, വേണ്ടത്ര കുടിച്ചോളൂ. വിഷമിക്കേണ്ട, ദുഃഖിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, ഉത്കണ്ഠ വേണ്ട. വഖർരീ ഐന, നല്ല കൺകുളിർമയോടുകൂടി സംതൃപ്തിയോടുകൂടി നിലകൊണ്ടോളൂ എന്ന് പറയാം. ആശ്വസിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കാണ്. ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദ, ഇനി മനുഷ്യന്മാരാരെങ്കിലും കാണുകയാണെങ്കിൽ, ഫഖൂലി, നീ അവരോട് പറയണം, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, അവരോട് സംസാരിക്കാൻ നിൽക്കണ്ട, ഞാൻ നോമ്പ് നോറ്റവളാണ് എന്ന് പറയാ. അന്നത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ, നോമ്പ് നോറ്റാൽ അന്ന് മൗനവ്രതം അനുഷ്ഠിക്കും. വ്രതം അനുഷ്ഠിച്ചാൽ മൗനവ്രതം കൂടി ഉണ്ടാകും, അഥവാ പിന്നെ സംസാരിക്കൂല. അപ്പോ ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ, ഒരു മനുഷ്യനോട് സംസാരിക്കാൻ നിൽക്കണ്ട, മൗനവ്രതം അനുഷ്ഠിച്ചാൽ മതി. ആരോടും ന്യായീകരിക്കാനും പറയാനും ഒന്നും പോണ്ട. ആൾക്കാർ പലതും പറയും, അപവാദ പ്രചാരണങ്ങൾ നടത്തും, നിന്നെ വളരെ മോശപ്പെട്ടവളെന്ന് വിളിക്കും. പക്ഷേ ഒന്നും പറയണ്ട, മൗനിയാവുക. അങ്ങനെ പ്രസവിക്കപ്പെട്ട കുഞ്ഞുമായി തന്റെ ജനതയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഖാലു, ആ സമയത്ത് വിചാരിച്ചതുപോലെ തന്നെ, പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജനങ്ങൾ പറയാണ്, യാ മറിയമു ലഖദ് ജിഇതി ശൈഅൻ ഫരിയാ, എന്തൊരു ആക്ഷേപകരമായ കാര്യമാണ് നീ ചെയ്തിട്ടുള്ളത്, എന്തൊരു വൃത്തികേടാ നീ ചെയ്തിട്ടുള്ളത്, എന്തൊരു തെറ്റാണ് നീ ചെയ്തിട്ടുള്ളത്. യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ, ഹാറൂന്റെ പെങ്ങളെ, യാ ഉഖ്ത ഹാറൂൻ, ഹാറൂന്റെ പെങ്ങളെ എന്ന് വിളിക്കാൻ കാരണം അന്ന് സമൂഹത്തിൽ ഏറ്റവും പരിശുദ്ധയായ ഒരാളായിരുന്നു ഹാറൂൺ എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ മറിയമിനെയും വിചാരിച്ചിരുന്നത്, ഇമ്രാന്റെ മകൾ മറിയം പരിശുദ്ധയാണ് എന്ന് ജനങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. എല്ലാവർക്കും വലിയ അത്ഭുതമായിരുന്നു, വലിയ പ്രിയായിരുന്നു, വലിയ ഇഷ്ടമായിരുന്നു മറിയം ബീവിയെ. അപ്പൊ ഹാറൂനും അങ്ങനെ തന്നെയായിരുന്നു, ആ സമൂഹത്തിലെ വളരെ പരിശുദ്ധനായ പവിത്രതയുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്, യാ ഉഖ്ത ഹാറൂൻ, ഹാറൂന്റെ സഹോദരി, അല്ലാതെ ഹാറൂൻ എന്നുള്ളത് ഏതെങ്കിലും നിലക്കുള്ള പിന്നെ ആങ്ങള പെങ്ങൾ ബന്ധമല്ല.
മാ കാന അബൂക ഇംറഅ സൗഇൻ, നിന്റെ വാപ്പ ഇമ്രാൻ ഉണ്ടല്ലോ, ആ ഇമ്രാൻ ആരായിരുന്നില്ല? നല്ല ഒരു വളരെ മോശപ്പെട്ട മനുഷ്യനായിരുന്നില്ല, നല്ല മനുഷ്യനായിരുന്നു. ഒമാ കാനത്ത് ഉമ്മുക്കി ബഗിയ്യ, നിന്റെ ഉമ്മി അങ്ങനെ തന്നെ ആയിരുന്നു, അവരും ദുർനടപ്പുകാരിയായിരുന്നില്ല. നിന്റെ ഉപ്പയും ഉമ്മയൊക്കെ നല്ലോരായിരുന്നില്ലേ, എത്ര പവിത്രതയും പരിശുദ്ധയും ഉള്ളവരായിരുന്നു. എന്തേ നിനക്ക് പറ്റി, എന്തേ നീ ഇങ്ങനെയായി, എന്തേ നീ പഴച്ചുപോയി എന്നവർ പറഞ്ഞു, ജനങ്ങൾ പറഞ്ഞു. അപ്പോ ആ സമയത്ത് എന്താ പറയാ, ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭർത്താവില്ല, വിവാഹം കഴിഞ്ഞിട്ടില്ല, പിന്നെ ആരുടെ കൂടൊക്കെയോ കിടന്നു എന്നല്ലേ ജനങ്ങൾ പറയാ. മറിയം ബീവി റളിയല്ലാഹു അൻഹ ആ കുഞ്ഞിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഏത് കുഞ്ഞിലേക്ക്? തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക്, സംസാരപ്രായമെത്താത്ത കുഞ്ഞിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യ, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി എങ്ങനെ സംസാരിക്കാനാണ് മറിയം? എന്ത് പോയത്തമാണ്, എന്ത് വിഡ്ഢിത്തമാണ് നീ കാണിക്കണത്? കുട്ടിനോട് ചോദിക്കാനാ പറയണത്. കുട്ടിനോട് ചോദിച്ചോളി, എനിക്ക് വർത്താനില്ല. കുട്ടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, കുട്ടിനോട് ചോദിക്കാം, എനിക്ക് വർത്താനില്ല, ഞാൻ മൗനിയാണ്, നിങ്ങൾ കുട്ടിനോട് ചോദിക്ക എന്ന് പറഞ്ഞപ്പോ കാല. അതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ അത്ഭുതം. ഒന്ന് പിതാവില്ലാത്ത ജനനം, രണ്ടാമതോ തൊട്ടിലിൽ കിടക്കുന്ന പ്രായത്തിലുള്ള സംസാരം. ഖാല ഇന്നി അബ്ദുല്ലാഹ്, ആ കുട്ടി പറയാണ് തൊട്ടിലിൽ കിടക്കുന്ന പ്രായത്തിൽ, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അതാനിയൽ കിതാബ, ക്രൈസ്തവവാദത്തിന് അടിമുടി ഗണ്ണിക്കുകയാണ് അവിടെ. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ ദൈവമല്ല, ഞാൻ ദൈവപുത്രനല്ല, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ, തൊട്ടിലിൽ വെച്ചുകൊണ്ട് തന്നെ വരാൻ പോകുന്ന കാര്യം പറയുകയാണ്. എനിക്ക് ഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട്, ഇഞ്ചീൽ. വജഅലനീ നബിയ്യ, തൊട്ടിൽ പ്രായത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്ദേശം നൽകുകയാണ്. എനിക്ക് വഹയ്, എന്നെ നബിയായി നിയോഗിച്ചിട്ടുണ്ട്. വജഅലനീ മുബാറക, എന്നെ അനുഗ്രഹീതനാക്കിയിട്ടുണ്ട് അല്ലാഹു. ഐനമാ കുന്തു, ഞാൻ എവിടെയാണെങ്കിലും ഞാൻ അനുഗ്രഹീതനാണ്. ഫൗസാനി ബിസ്സലാത്തി വസ്സകാ, തൊട്ടിയിൽ കിടക്കുമ്പോ കുട്ടി വിളിച്ചു പറയുകയാണ്, എന്നോട് നിസ്കാരവും സകാത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയ്യത്ത് ചെയ്തിരിക്കുന്നു. മാ ദുംതു ഹയ്യ, ജീവിച്ചിരിക്കുന്ന കാലത്തോളം സകാത്ത് കൊടുക്കണം, നിസ്കരിക്കും വേണം. നിസ്കരിച്ച് സമ്പത്തിന്റെ കാര്യം വരുമ്പോ സകാത്ത് പൂഴ്ത്തി വെക്കാനല്ല പറഞ്ഞത്, നിസ്കാരം സകാത്ത് ഉണ്ടാകുമ്പോഴേ മുഅ്മിനാകുള്ളൂ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ന്യൂ ഇയർ ആഘോഷിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കേണ്ടെന്ന് അറിയോ? എന്താ? സകാത്തും നിസ്കാരവും തൊട്ടിൽ പ്രായത്തിൽ വെച്ചുകൊണ്ട് തന്നെ എന്നോട് കൽപ്പിച്ചത് സകാത്തും നമസ്കാരവുമാണ്. നമസ്കാരത്തിനോട് കൂട്ടിച്ചേർത്ത് പറയാണ്, സകാത്തും നമസ്കാരവും ഒഴിവാക്കരുത്. ജീവനുള്ളിടത്തോളം കാലം സകാത്തും നമസ്കാരവും ജീവിതത്തിൽ കൊണ്ടു നടക്കണം എന്ന് എന്നോട് എന്റെ റബ്ബ് വസിയ്യത്ത് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞില്ല, വബറം ബിവാലിദതി, എന്റെ മാതാപിതാക്കളോട്, അല്ലെങ്കിൽ എന്റെ ഉമ്മയോട്, പിതാവില്ലല്ലോ, എന്റെ ഉമ്മയോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ് ഞാൻ. എന്റെ മാതാവിനെ പരിപാലിക്കുന്നവനാണ് ഞാൻ. ബിർറുൽ വാലിദൈനി, സകാത്തും നിസ്കാരവും കഴിഞ്ഞാൽ കുഞ്ഞുമക്കളെ മനസ്സിലാക്കേണ്ടത് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് ഏറ്റവും നല്ല കടമയുള്ളവരായിരിക്കണം. അതുകൊണ്ട് ഈ 3 സന്ദേശമാണ് ന്യൂ ഇയർ സന്ദേശമായിട്ട് എനിക്ക് തരാനുള്ളത്. ഒന്നെന്താ? ഒന്ന് നിസ്കാരം, മറ്റൊന്ന് സകാത്ത്, മറ്റൊന്ന് ബിർറുൽ വാലിദൈൻ അഥവാ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, ഗുണമുള്ളവരാവുക, മാതാപിതാക്കളെ കണ്ണിൽ ഉണ്ണികളാവുക, മാതാപിതാക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, അവരുടെ കാല് കടിക്ക് കൊടുക്കുക, അവരെ ഖിദ്മത്ത് ചെയ്യുക, പാദസേവ ചെയ്യുക, സ്വർഗം സമ്പാദിക്കുക. ആ കാലിന്റെ അനുഗ്രഹത്തിന്റെ പാദത്തിന് കീഴിലാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്റെ സ്വർഗം കിടക്കുന്നത്. കാല് വാരിയാൽ ആ സ്വർഗം പോയി നരകമായിരിക്കും. പാദസേവ ചെയ്ത് നീ വേണ്ട ഖിദ്മത്ത് ചെയ്തു കൊടുത്ത് ഉമ്മാന്റെ ഉപ്പാന്റെ തൃപ്തിയോടുകൂടി ലോകത്തൊന്ന് വിട പറയുന്നു എങ്കിൽ നിനക്ക് ആ സ്വർഗം ലഭ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ലഭിക്കുന്നവർ നമ്മൾ ഉൾപ്പെടുത്തിയാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലയ്യ യൗമ ഉലിത്തു വയൗമ അമൂതു വയൗമ ഉബഅതു ഹയ്യാ, ഞാൻ ജനിച്ച ആ ദിവസം, യൗമ ഉലിത്തു, ഞാൻ ജനിച്ച ദിവസം അത് സമാധാനത്തിന്റെ ദിവസമാണ്. വയൗമ അമൂതു, ഞാൻ മരിക്കുന്ന ദിവസവും അതും സലാം. വയൗമ ഉബഅതു ഹയ്യ, ഞാൻ വീണ്ടും പുനരുജ്ജീവിക്കപ്പെടുന്ന ആ ദിവസവും സലാം.
ദാലിക ഈസ ഇബ്നു മറിയം, ഇതാണ് ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാദടികൾ പിൻപറ്റുന്നവരാണ് നമ്മളെല്ലാവരും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്മൾ ആദരിക്കുന്നു, നമ്മൾ ബഹുമാനിക്കുന്നു. യേശു ക്രിസ്തു എന്ന് നമ്മളെ ക്രൈസ്തവ സഹോദരന്മാർ വിശ്വസിക്കുന്ന ആ യേശു ക്രിസ്തുവിനെ തന്നെ ജൂതന്മാർ അവരെ ജാരസന്തതി എന്നാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുന്നത്. അവർ കൊല്ലാനായിട്ട് നടന്നു, അവസാനം അവരിപ്പോൾ ഈസാ നബിനെ കൊന്നു എന്ന് ആശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ക്രൈസ്തവ സഹോദരന്മാർക്ക് മുസ്ലിമീങ്ങളോടാണ് അനുകമ്പയും മമതയും ഉണ്ടാവേണ്ടത്, അല്ലാതെ ക്രിസംഗികളായി മാറേണ്ടവരല്ല അവർ. നേരെ മറിച്ച് ജൂത പരീക്ഷകളോടൊപ്പം കൂടി നിന്നുകൊണ്ട് ആഗോളതലത്തിൽ ഇസ്ലാമിനെതിരെ ചരട് വലി നടത്തുന്ന ക്രിസംഗികൾ അവര് ചെയ്യുന്നത് അവരുടെ തന്നെ വിശ്വാസത്തിനോടുള്ള ഏറ്റവും വലിയ പാതകമാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഈ പ്രവാചകന്മാരെ ആദരിക്കാനും ബഹുമാനിക്കാനും അവരുടെ പാതടികൾ പിൻപറ്റാനും തൗഫീഖ് നൽകിയ